ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും വീട്ടിൽ സേഫാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ സമയം കൊണ്ട് തന്നെ ചപ്പാത്തി മാവ് കുഴക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഗോതമ്പ് പൊറോട്ട എങ്ങനെ വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് കാണിക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലെയറുകളായിട്ടുള്ള പൊറോട്ട തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മുട്ടയോ പാലോ തൈരോ ഒന്നും ചേർക്കണില്ല, ഗോതമ്പ് പൊടിയും കുറച്ച് ഓയിലും മാത്രം മതി. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചക്കി ഫ്രഷ് ആട്ടയാണ് എടുത്തിട്ടുള്ളത്. ഏത് ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾ ഓയിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും എടുക്കാം. ഇനി ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ഒക്കെ ചേർക്കാം കേട്ടോ. നെയ്യും ബട്ടറൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇതുപോലെ ഓയിൽ ചേർത്താൽ മതി. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉപ്പും ഓയിലൊക്കെ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒന്നിച്ച് അങ്ങോട്ട് ഒഴിക്കണ്ട, കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് പാകത്തിന് കുഴച്ചെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നേക്കാളും കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കിയിട്ട് വേണം നമ്മൾ പൊറോട്ടയ്ക്ക് എപ്പോഴും കുഴക്കാനായിട്ട് കേട്ടോ. എന്നാലേ മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുട്ടയോ പാലോ തൈരോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ ഓയിലും ഉപ്പ് വെള്ളം വെച്ചിട്ട് അങ്ങോട്ട് മാവ് കുഴച്ചെടുത്താൽ മതി. എന്നാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാവ് കുഴക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും പൊറോട്ട കേട്ടോ. നമ്മുടെ കുഴക്കനുസരിച്ചിട്ടാണ്. അപ്പം നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റാക്കി കിട്ടിയിട്ടുണ്ട് മാവ്. ഇനി കുറച്ചൊന്ന് ഞാൻ എൻ്റെ കയ്യിലൊന്ന് ഓയിൽ തടവിയിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മാവ് ഒരു അരമണിക്കൂർ മാത്രമേ ഇത് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുള്ളൂ. ആ സമയത്തൊന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ചുകൂടെ ഒന്ന് ഓയിൽ പുരട്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് മാവ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുഴക്കാൻ മടിയുള്ള കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാവ് കൂടുതൽ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ വെക്കാം. അല്ല നന്നായിട്ട് കുഴച്ച് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മാത്രം വെച്ചാൽ മതി. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ അത് കാണിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് നമ്മൾ മാവ് ഇരിക്കുന്നത്. ഗോതമ്പ് പൊടിയാണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ ചെറിയ പൊറോട്ടയാണ് വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കുക. വലുതാണെങ്കിൽ അനുസരിച്ചിട്ട് നിങ്ങൾ ബോളുകളാക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഉരുളകളാക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് മുറിച്ചെടുക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കത്തി വെച്ചിട്ടൊക്കെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരുപാട് പൊറോട്ട റെസിപ്പികൾ ഇട്ടിട്ടുണ്ട്, പല രീതിയിൽ അതുപോലെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊക്കെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഓരോ ബോളുകൾ ഇതുപോലെ നമുക്ക് കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം ഓരോന്നായിട്ട് പരത്തിയെടുക്കുക. ഇതിന് നമുക്ക് ചപ്പാത്തി റോളർ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിതുപോലെ കൈയായിട്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. മാവ് നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൈയായിട്ട് പരത്തുന്ന സമയത്തിന് ഈസി ആയിട്ട് നമുക്ക് പരത്താൻ പറ്റും. മാവ് കുഴച്ചത് കുറച്ച് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പരത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്തൊന്നും ശ്രദ്ധിക്കുക, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ബട്ടറോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് കൂടും കേട്ടോ. നെയ്യാണെങ്കിലും ബട്ടറാണെങ്കിലൊക്കെ ഓയിലിനേക്കാളും. ഇല്ല അതൊന്നും കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓയിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഒരു കത്തിയോ ഒരു കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരുപാട് ലെയറുകളായിട്ട് പൊറോട്ട കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മൾ വീശണമൊന്നുമില്ല. വീശിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. വീശിയാണെങ്കിലൊക്കെ ഒരുപാട് വലിയ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരിക്കലും നന്നാവില്ല. പിന്നെ ഇതാ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതുപോലെ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് പൊടിയും കൂടെ ഞാനൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൊറോട്ട ചുട്ടെടുക്കുന്ന സമയത്ത് ആ ലെയറുകളൊന്ന് സെപ്പറേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം.
നന്നായിട്ട് തന്നെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ഭാഗം നമുക്ക് അടിയിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഈ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു സമയം തന്നെ നമുക്കിതിനും ആവശ്യമുള്ളൂ. നമ്മൾ മാവ് കുഴച്ച് ഒരു അരമണിക്കൂർ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഉരുട്ടിയതിന് ശേഷമോ ഒന്നും നമ്മൾ പിന്നെ മാവ് കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ പെട്ടെന്ന് തന്നെ പരത്തുക, ചുരുട്ടിയെടുക്കുക, ചുട്ടെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതിന് മുമ്പ് ഒരുപാട് പൊറോട്ട റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പല രീതിയിൽ നമുക്ക് പൊറോട്ട ചുരുട്ടിയെടുക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ചാനൽ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം മാക്സിമം. അപ്പോൾ ബാക്കിയുള്ള മൊത്തം ഞാൻ അതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസിനൊന്നും ആവശ്യമില്ല. ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു തന്നെ നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കാം. ഇനി ഞാൻ കൂടുതൽ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ചുരുട്ടിയത് ഓരോന്നെടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ചിലത് സെൻറ്റർ ഭാഗം കുറച്ച് കട്ടിയിൽ, സൈഡ് ഭാഗം കട്ടിയില്ലാതെ അങ്ങനെ ചെയ്യരുത്. എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ പരത്തിയെടുക്കുക. ഇനി നമുക്ക് ചൂടായൊരു തവയിലിട്ടിട്ട് ഇത് ചുട്ടെടുക്കുക. ചുട്ടെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഓയിൽ ഒഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വളരെ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുക്കുന്നുള്ളൂ. കൂടുതൽ ഓയിൽ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് തിരിച്ചു മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ കുക്കാക്കി എടുക്കുക. പൊറോട്ട ചുടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നേരം മൊരിച്ചെടുക്കരുത് കേട്ടോ പൊറോട്ട. അപ്പോൾ പൊറോട്ടയുടെ ആ സോഫ്റ്റ്നെസ് മൊത്തം പോവും. അപ്പോൾ എപ്പോഴും ചെയ്യുന്നവർക്കെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മിസ്റ്റേക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ പിന്നെ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ അതൊക്കെ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനത്തെ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് രണ്ട് ഭാഗവും നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇത് അടിക്കുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ലെയറുകളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. നമ്മളങ്ങനെ കട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പണിയൊക്കെ കഴിയും കേട്ടോ. പൊറോട്ട ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് സമയമൊന്നും നമുക്കിതിന് ആവശ്യമില്ല. അപ്പോൾ മൈദ കഴിക്കാത്തവർക്കും ഈസി ആയിട്ട് ഈ പൊറോട്ട ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. മൈദ കഴിക്കാത്തവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർക്കും പൊറോട്ട കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ടുള്ള നല്ല പൊറോട്ടയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഇതിലേക്ക് ഒന്നും ചേർത്തിട്ടില്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴക്കുക, അത് മാത്രമേ ഇതിന് ഒരു ഇതുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചുട്ടെടുത്ത പൊറോട്ട ഒന്ന് അടിച്ചിട്ട് കാണിക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ചൂടോട് കൂടി തന്നെ നമ്മൾ അടിച്ചെടുക്കുക. അപ്പോൾ നല്ല ലെയറുകളായിട്ടുള്ള പൊറോട്ടയാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണെങ്കിലും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.